നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അസ്ഥാനത്താണ് എന്നതിന് കുറച്ചുകൂടി വ്യക്തത കൈവന്നിരിക്കുകയാണ്. കേസിൽ PP ദിവ്യ തെറ്റുകാരിയാണോ എന്ന് കോടതിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിൽ പരിധിയുണ്ട്. CPMന്റെ അനുഭാവികളാണ് മരിച്ച നവീനും PP ദിവ്യയും. നവീന്റേത് ആത്മഹത്യ ആണെന്നുള്ള തരത്തിലാണ് ആദ്യം ചാനലുകൾ പോലും ചർച്ച ചെയ്തത്. എന്നിട്ട് കൂടി അവർ പ്രശ്നക്കാരിയാണെന്നുള്ള തരത്തിലാണ് പിന്നീട് വാർത്തകൾ വന്നത്. ദിവ്യയുടെ പക്ഷത്താണ് ശരിയെന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും ചാനലുകൾ സംസാരിച്ചിട്ടില്ല. PP ദിവ്യയെ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാൻ എന്ന തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ചില മാധ്യമങ്ങൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ദിവ്യക്ക് അനുകൂലമാണ്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന ഹർജിയിൽ പറയുന്നത്. അതിന്റെ മറ്റൊരർത്ഥം PP ദിവ്യ കുറ്റക്കാരി അല്ലെന്നാണ്. ഹർജിക്കാരി അത് തന്നെ പറയുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും ചൂണ്ടിക്കാട്ടുന്നത്. ദിവ്യക്കെതിരായ ആരോപണം ആത്മഹത്യാ പ്രേരണയാണ്. കൊന്നു കെട്ടിത്തൂക്കി എന്ന ആരോപണം ഇതുവരെ ദിവ്യക്കെതിരെ ആരും ഉന്നയിച്ചിട്ടില്ല. കൊലപാതകമാണെങ്കിൽ ആരാണ് അത് ചെയ്തതെന്ന് അന്വേഷിക്കണം. തീർച്ചയായും അത് വേണം. ആരായാലും അന്വേഷണം നടക്കുകയും വേണം. CBI അന്വേഷണത്തിൽ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം വിവാദമാവുകയും വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ PP ദിവ്യയെ ക്രൂരമായി ക്രൂശിച്ചവർ അവർ ചെയ്ത തെറ്റെന്ന് കൃത്യമായി പറയുന്നില്ല. കാരണം ദിവ്യ തെറ്റ് ചെയ്തു എന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. വാർത്താ ദാരിദ്ര്യം നേരിടുന്നതും ജനകീയ അടിത്തറയുള്ള CPM വനിതാ നേതാവായതുകൊണ്ടും മാത്രമായുള്ള വ്യക്തിഹത്യയും വേട്ടയാടലുമാണ് അവർ നേരിട്ടത്. സ്വയം കഠിനാധ്വാനം കൊണ്ട് ആർജിച്ചെടുത്ത ജനകീയ അടിത്തറയും വലിയ പ്രതീക്ഷയുള്ള പൊതുപ്രവർത്തകയുമായ ദിവ്യയെ ശരിയുടെ പക്ഷത്തു നിന്നതിന്റെ പേരിൽ തകർക്കുക എന്നത് ചിലരുടെ മാത്രം അജണ്ടയായിരുന്നു. അതിന് മാധ്യമപ്രവർത്തകരും കൂട്ടുനിന്നുവെന്ന് വേണം പറയാൻ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങി PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു. നവീൻ ബാബുവിന്റേത് കൊലപാതകം ആണെന്ന് കുടുംബത്തിന്റെ ആരോപണമുണ്ടായിരുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു.